തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം നയിക്കണം എന്ന് ഏതൊരു സന്ദർഭത്തിലും എന്ന പോലെ പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി അവൻ്റെ ദീനി നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലുമാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തികച്ചും ഉപകാരപ്പെടുന്ന ഒരു സംഗമമായി ഈ പാഠം എന്ന പ്രോഗ്രാം മാറുന്ന രീതിയിലേക്ക് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സംസാരത്തിൻ്റെ മുമ്പ് പ്രദർശിപ്പിക്കപ്പെട്ട വീഡിയോയിൽ നാം ശ്രദ്ധിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം തൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു ബീജമായി, രക്തക്കട്ടയായി, മാംസപിണ്ഡമായി, എല്ലായി, എല്ലിനെ മാംസം പൊതിഞ്ഞ് ഒരു മനുഷ്യക്കുഞ്ഞായി ഈ ലോകത്തേക്ക് ജനിച്ചു വീണവരാണ് നാം ഓരോരുത്തരും. നമുക്കാവശ്യമുള്ളതെല്ലാം ആവശ്യാനുസരണം നാം ആവശ്യപ്പെടാതെ നമ്മുടെ രക്ഷിതാവായ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനോട് തിരിച്ച് നാം ചെയ്യേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്തിയാൽ തീർച്ചയായും നാം അതിന് തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള മാർഗം എന്താണ്? ആ മാർഗത്തിൽ ഞാൻ പ്രവേശിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ വല്ല തിരുത്തലുകളും ആവശ്യമുണ്ടോ? ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തുമൊക്കെ എന്നിത്യാദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയുടെ സൂചനകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ മനുഷ്യ ജീവിതത്തെ വെറും 3 ദിവസത്തിൽ ചുരുക്കി പറയുന്ന ചില വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദുനിയ സലാസത്തു അയ്യാം. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വെറും 3 ദിവസം മാത്രമാണ്. ഒന്ന് ഇന്നലെയാണ്, അത് കഴിഞ്ഞുപോയി, ഇനി നമുക്കതിലൊന്നും ചെയ്യാനാവുകയില്ല. 2024 ജനുവരി 27 എന്ന ദിവസം അത് ഇന്നലെയാണ്, കഴിഞ്ഞുപോയി, ഇനി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. രണ്ടാമത്തേത് ഗദൻ, നാളെയാണ്, അതിലേക്ക് നമ്മൾ എത്തുമോ എന്ന് നമുക്കുറപ്പില്ല. മൂന്നാമത്തേത് അൽ യൗം, ഇന്നാണ്, ഇത് എപ്പോഴും ഉണ്ടാവുകയുമില്ല. വല്ലാത്തൊരു വാചകമാണ് സഹോദരങ്ങളെ അത്. ഇന്നലെ തീർന്നുപോയി, നാളെ വരുമെന്നുറപ്പില്ല, ഇന്ന് നമുക്ക് എപ്പോഴും കിട്ടുകയുമില്ല, തീർന്നു പോകും. അതുകൊണ്ട് ഈ കിട്ടുന്ന നിമിഷത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ബുദ്ധിയുള്ള ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത്? നമ്മളെപ്പോഴും കേട്ടു പരിചയമുള്ള, പലപ്പോഴായി നമ്മൾ ഓതാറുള്ള ഒരു ആയത്താണ് 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്ത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ഏത് വിഭാഗമാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്ന് പരിശോധിക്കാൻ വേണ്ടി ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു. അള്ളാഹു നമുക്ക് ജന്മം തന്നത്, ഇനി മരണം ഒരുക്കി വെച്ചിട്ടുള്ളത്, മരണാനന്തരം ഒരു ജീവിതം സംവിധാനിച്ചിട്ടുള്ളത്
സ്വർഗ നരകങ്ങളെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മനുഷ്യരെ, നിങ്ങളിൽ ഏത് വിഭാഗമാണ് നല്ലത് ചെയ്യുക എന്ന് പരിശോധിക്കാനാ. ഈ പരിശോധനയിൽ ഞാനും നിങ്ങളും വിജയിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും നല്ല വിശ്വാസവുമായി, ഏറ്റവും നല്ല കർമ്മവുമായി, ഏറ്റവും നല്ല സ്വഭാവവുമായി സാമ്പത്തിക രംഗവും ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും വ്യക്തി ജീവിതവും ഏറ്റവും നല്ല രൂപത്തിലാക്കുന്ന വ്യക്തികളിൽ പ്രിയമുള്ളവരെ നമ്മളുണ്ടോ എന്നാണ് പരിശോധന. ആ പരിശോധനയിൽ നാം വിജയിക്കണമെങ്കിൽ എന്താണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും നല്ലത് വിശ്വസിക്കണമെങ്കിൽ ഏറ്റവും നല്ല വിശ്വാസം ഏത് എന്നറിയണം. ഏറ്റവും നല്ലത് പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏത് എന്നറിയണം. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണമെങ്കിൽ സൽസ്വഭാവം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഈ പാഠത്തിലൂടെ നാം പഠിക്കേണ്ടത്. ഏതാണ് ഏറ്റവും ശരിയായ വിശ്വാസം? അവിടുന്ന് തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. റബ്ബിന് ഇബാദത്ത് എടുക്കുക എന്നതാണ്. ഖുർആനിൻ്റെ 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെ ആകട്ടെ ജിന്നുകളെ ആകട്ടെ എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കാനല്ലാതെ നാം സൃഷ്ടിച്ചിട്ടേയില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത്, ജിന്നുകളെ സംവിധാനിച്ചത് എന്നെ മാത്രം ആരാധിക്കാനാ. അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ. റബ്ബിൻ്റെ മുന്നിൽ സുജൂദിൽ വീണ് അവനോട് പ്രാർത്ഥിച്ച് ഇബാദത്തിൻ്റെ മുഴുവൻ അംശങ്ങളും അള്ളാഹുവിന് മാത്രം കൊടുത്ത് ഒരു മുവഹിദായി ജീവിക്കുക. അള്ളാഹു അതിന് നമ്മൾ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അതിൽ വീഴ്ച വന്നാൽ ഈ യുദ്ധം വെറുതെയാണ്, ഈ സംസാരം വെറുതെയാണ്. ലാ ഇലാഹ ഇല്ലല്ലയിൽ പിഴച്ചു പോയാൽ, ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം എപ്പോഴെങ്കിലും അല്പം അള്ളാഹുവിന് അല്ലാത്തവർക്കായിപ്പോയാൽ ജീവിതം തുലഞ്ഞു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹ് വിളിച്ചു പറഞ്ഞത് എന്താ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ പ്രവാചകരെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ്, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതുമാണ്. കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞും പോകും, നഷ്ടക്കാരിൽ പെട്ടുപോകും, അഥവാ നരകാവകാശിയായി മാറും എന്ന് നമ്മുടെ നേതാവ് സയ്യിദുന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ അത് വളരെ ജാഗ്രതയോട് കൂടി നമ്മൾ കൊണ്ടു നടക്കണം. തൗഹീദ്, ശിർക്ക് വരില്ല എന്ന ഉറച്ച വിശ്വാസവും ഇടയ്ക്കിടെയുള്ള പരിശോധനയും നമ്മിൽ എപ്പോഴും ഉണ്ടാകണം എന്നർത്ഥം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാക്കുക, സഹായതേട്ടം റബ്ബിനോട് മാത്രമാക്കുക, സുജൂദ് അവൻ്റെ മുന്നിൽ മാത്രമാക്കുക, ബലി അർപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചാവുക, നേർച്ച നേരുന്നത് അവൻ്റെ പുണ്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാവുക, ഏതൊരു നിലക്കും അള്ളാഹുവിലേക്ക് അവൻ്റെ ഇബാദത്തുകൾ മുഴുവൻ അർപ്പിക്കുക, തവക്കുൽ അള്ളാഹുവിൽ മാത്രമാക്കുക. ഇതൊക്കെ ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി, അവനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തൻ്റെ റബ്ബിന് അർപ്പിക്കുക എന്നത്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക എന്നത് ആദ്യമായി ശ്രദ്ധിക്കണമെങ്കിൽ ആ ഒരു മുവഹിദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിലെ മുച്ചൂടും അവൻ ശുദ്ധീകരിക്കണം. അവൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമസ്കാരമാണ്. അതിൽ വീഴ്ച വരുത്തുന്ന ഒന്നും അവനുണ്ടാകാൻ പാടില്ല. നിസ്കരിക്കാനും പോലും പറ്റാത്തൊരു ജോലി, നിസ്കരിക്കാൻ പോലും പറ്റാത്തൊരു സേവന പ്രവർത്തനം, നിസ്കരിക്കാൻ പോലും പറ്റാത്തൊരു യാത്ര, അത് നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ വിശ്വാസികളാണെങ്കിൽ, നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവരാണെങ്കിൽ, നമ്മുടെ ഇബാദത്തിൽ അള്ളാഹു ആദ്യമായി പരിഗണിക്കുന്ന നിസ്കാരം, അതിലൊരു കുറവുണ്ടാകാൻ പാടില്ല. അള്ളാഹു നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന മുഅ്മിനുകളിൽ, മുവഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവവും നമ്മുടെ കർമ്മവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന സിയാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു മിനിറ്റ് പോലും വെറുതെ പോകരുത് എന്നാ, അല്ലേ സഹോദരങ്ങളെ? സമയത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്ര! റസൂലുള്ള പറയുകയാണ്, നിഅ്മതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. നിഅ്മതാനി, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും
ശ്രദ്ധിക്കാതെ പോകുന്ന, അശ്രദ്ധയിലാകുന്ന 2 അനുഗ്രഹങ്ങളാണ്. അസ്യഹത്തു, ഒന്നവൻ്റെ ആരോഗ്യമാണ്. 2 അൽ ഫറാഖു, ഒഴിവ് സമയമാണ്. ഒഴിവ് സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മറ്റു ശുഗലുകൾ എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സമയം ഉണ്ടാകുള്ളൂ. അതും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കാൻ ശ്രദ്ധിക്കണം. അതാണ് അൽ ഫറാഖ്, ഒഴിവ് സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ പടച്ചോൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ഇതൊക്കെ എപ്പോഴാണ് നഷ്ടപ്പെടുക എന്ന് പറയാൻ കഴിയൂല. ഒരു പക്ഷേ നമ്മൾ തന്നെ ഇന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഏതോ ഒരു നിമിഷത്തിൽ വരുന്ന വേദന സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ, ഒന്ന് രക്തം പരിശോധിക്കണമെന്ന് പറയുമ്പോൾ, ഒന്ന് പരിശോധനയ്ക്ക് വെല്ലൂരിലേക്ക് അയക്കണമെന്ന് പറയുമ്പോൾ, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാനും നിങ്ങളും ഏതെല്ലാം രോഗങ്ങൾ പേറുന്ന മനുഷ്യരാണ് എന്ന് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞേക്കാം. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്നും അത്തരം പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് എപ്പോഴാണത് സംഭവിക്കുക എന്നറിയാത്തത് കൊണ്ട് ഇപ്പോഴുള്ള ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ആ കാര്യം പ്രത്യേകം പറയുമായിരുന്നു. അവിടുന്ന് പറയുകയാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. ഇന്നത്തെ നമ്മുടെ ഈ ശാഖാ പാഠത്തിൽ ആ 5 കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ വരും. അതിനു മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 10, 11 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നാം സംഘടിപ്പിക്കുന്ന യുവത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യുവത്വം എങ്ങനെ, എന്തിനു വേണ്ടി നിർവചിക്കപ്പെടണമെന്ന വിഷയമാണ്. ഒന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വന്ന് പ്രായമായി ഒന്നിനും പറ്റാതെ ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ശരീരം ചെയ്യാൻ അനുവദിക്കണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് ശബാബക, നിന്റെ ചെറുപ്പകാലം, നിന്റെ ചുറുചുറുക്കുള്ള നിന്റെ യുവത്വം, റബ്ബിൻ്റെ മാർഗത്തിൽ ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന നിന്റെ ഈ പ്രായം നീ ഉപയോഗപ്പെടുത്തണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ വിശദീകരിക്കണമൊന്നുമില്ല സുഹൃത്തുക്കളെ. എന്തായിരുന്നാലും ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് പറ്റിയൊരു പ്രായമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ യുവജന വിഭാഗത്തിൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ആളുകൾ ഇവിടെ ഇല്ല എന്നൊന്നുമല്ല. പക്ഷേ അൽഹംദുലില്ലാ, അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ ബാധിച്ച് വീട്ടിൻ്റെ ഒരു മൂലയിലിരിക്കുന്ന ആരും ഈ കൂട്ടത്തിലില്ല. നമ്മുടെ ഈ യുവത്വം, നമ്മുടെ ഈ ചെറുപ്പകാലം, നമ്മുടെ ഈ ചുറുചുറുക്ക്, നമ്മുടെ ഈ ഊർജം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് സുഹൃത്തുക്കളെ, ചിലപ്പോൾ എന്തായിരിക്കും അറിയോ, ഇന്നത്തെ ഈ പാഠത്തിനു വേണ്ടി ഒരാളെ നാം ക്ഷണിച്ചതോ വിളിച്ചതോ മെസ്സേജ് അയച്ചതോ ഓർമ്മപ്പെടുത്തിയതോ പോയി കൊണ്ടുവന്നതോ ഒക്കെ ആകാം. ഇന്നിവിടുന്ന് കേട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ ഒരു നന്മ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവന്നാൽ ഒരുപക്ഷേ നാം മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അവൻ ആ കാര്യം ചെയ്യുന്നിടത്തോളം കാലം നന്മ ഒഴുകിയെത്തുന്നൊരു പ്രവർത്തനമാണ് സഹോദരങ്ങളെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ഈ ചെറുപ്പം, നമ്മുടെ യുവത്വം, അത് ദഅവത്തിനു വേണ്ടി, ദീനിൻ്റെ പ്രബോധനത്തിനു വേണ്ടി, നന്മകൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി, തിന്മകൾക്കെതിരെ നിലകൊള്ളുന്നതിനു വേണ്ടി നാം ചെലവഴിക്കണം എന്നർത്ഥം. ഇസ്ലാം ഈ ശബാബ്, യുവത്വം എന്നതിന് നൽകുന്ന പ്രാധാന്യം എത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തണല് നൽകി അനുഗ്രഹിക്കുന്ന 7 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഒരു വിഭാഗത്തെ എണ്ണിയത് വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താണ് അവിടെ ഷാബുൻ, ഒരു ചെറുപ്പക്കാരൻ എന്ന് പ്രത്യേകം പറഞ്ഞത്? പൊതുവേ ആളുകൾ പിഴച്ചു പോകാൻ സാധ്യതയുള്ള, ആരെയും പേടിക്കാത്ത, ധൈര്യമുള്ള, ആരെയും കൂശാത്ത, മനോധൈര്യം ലഭിക്കുന്ന ഒരു പ്രായമാണ് യുവത്വം. ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ചുറുചുറുക്കിൻ്റെ ഒരു പ്രായമാണ് യുവത്വം. അപ്പോഴും
നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിച്ചും ദിക്റുകൾ ചൊല്ലിയും നോമ്പെടുത്തും നിസ്കരിച്ചും ഖുർആൻ ഓതിയും ഖുർആൻ ക്ലാസ്സിന് വന്നും ഒക്കെ അവൻ്റെ യുവത്വം അവൻ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു അർശിൻ്റെ തണൽ കൊടുത്ത് അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു വൃദ്ധന് കിട്ടാത്ത, ഒരു കുട്ടിക്ക് കിട്ടാത്ത ഒരു പരിഗണന ഇസ്ലാമിൽ ഒരു യുവാവിന് ലഭിക്കുന്നു. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു അടിമയും അവൻ്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ ചില ചോദ്യങ്ങൾക്ക് വിധേയരാകും. ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരടിമയും അവൻ്റെ കാലടികൾ അങ്ങോട്ട് മുന്നോട്ട് വെക്കുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ഒന്ന് അവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും എന്നാണ്. ആയുസ് എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? ജനനം മുതൽ മരണം വരെയാണ്. ഒരാൾ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെയുള്ള കാലയളവിനാണ് ഉംർ, ആയുസ് എന്ന് പറയുക, അല്ലേ? ആയുസ്സിനെ കുറിച്ച് ചോദിക്കും എന്ന് പറഞ്ഞ അതേ റസൂലുള്ള അതേ ഹദീസിൽ പിന്നെ ഒന്നും കൂടി പറഞ്ഞു, വഅൻ ശബാബിഹി, അവൻ്റെ യുവത്വത്തെക്കുറിച്ച് ചോദിക്കും. എന്താ യുവത്വം ആയുസ്സിൽ പെടൂലേ? പെടും. എന്നാലും യുവത്വത്തെക്കുറിച്ച് ഒന്ന് പ്രത്യേകം ചോദിക്കും. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ആയുസ്സിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കുന്നു പറഞ്ഞ അതേ റസൂൽ അതേ ഹദീസിൽ പറയാണ്, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, അവൻ്റെ യുവത്വത്തെക്കുറിച്ച് ചോദിക്കും. എന്തിനാണത് വിനിയോഗിച്ചത്? ചുറുചുറുക്കുള്ള ആ പ്രായമില്ലേ, തൻ്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള ആ പ്രായമില്ലേ, എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? അള്ളാഹ് ചോദിക്കുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്തിനധികം അസ്ഹാബുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറയിൽ അവരെക്കുറിച്ച് നമ്മൾ വായിച്ചു പോകുമ്പോൾ അവരുടെ ഒരു വലിയ സംഭവമായിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നഹും ഫിത്തിയാ, അവർ ചെറുപ്പക്കാരായിരുന്നു, അവർ യുവാക്കളായിരുന്നു. ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ, അള്ളാഹുൽ വിശ്വസിച്ച ഈമാൻ വർദ്ധിച്ച ചെറുപ്പക്കാരായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരെ കിട്ടുക പറഞ്ഞാൽ ഏതൊരു കാലത്തും വലിയ സംഭവം തന്നെയാണ്. അന്നും എന്നും ഇന്നും ചെറുപ്പക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ആ സംഘടനയ്ക്ക് ശക്തി കൂടി. ഭൗതികമായി എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ. മതസംഘടനകളാണെങ്കിലും രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും സാംസ്കാരിക സാമൂഹിക സംഘടനകളാണെങ്കിലും അവരുടെ യുവജന വിഭാഗമാണ് ഏറ്റവും ശക്തർ. അതുകൊണ്ട് അള്ളാഹ് പറയാണ് ആ ചെറുപ്പക്കാരെ കുറിച്ച്, യുവാക്കളെ കുറിച്ച്, ഇന്നഹും ഫിത്തിയാ ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവർ ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. ആ ഒരു പറ്റം ചെറുപ്പക്കാരുടെ പ്രത്യേകത ആമനൂ ബി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ചവരാണ്. വസിദ്നാഹും ഹുദാ, അവരുടെ സന്മാർഗബോധം ഞാൻ അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ എടുത്തു പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് അദ്ദേഹം ദഅവത്തുമായി വന്നപ്പോൾ ആളുകൾ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ? ഫതാ, ഒരു ചെറുപ്പക്കാരൻ, ഒരു ചുറുചുറുക്കുള്ള ഒരാൾ, എവിടെയും ഓടിച്ചാടി എത്താൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ ദഅവത്തുമായി വന്നിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ അത് വിശദീകരിക്കല്ല. അപ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ചുറുചുറുക്കുള്ള പ്രായം പടച്ചോൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കുക. വഴിതെറ്റാൻ സാധ്യതയുള്ള പ്രായത്തിൽ വഴിതെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഹറാമുകളിലേക്ക് കണ്ണും കാതും പോകാതെ വരിഞ്ഞു മുറുക്കുക. വൃത്തികേടുകളിൽ ചെന്ന് ചാടിപ്പോകാതെ സംരക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസിഹ്ഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കണേ. സഹോദരങ്ങളെ, രോഗം വന്നാലേ ചില രോഗികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വല്ലാത്തൊരു സങ്കടം പങ്കുവെക്കും. എനിക്കല്ല ആഗ്രഹമുണ്ട് നിങ്ങളെ കൂടെ പോരാൻ, പക്ഷേ എനിക്ക് ഇത്തവണ സമ്മേളനത്തിന് പോരാൻ കഴിയൂല, എൻ്റെ കാല് മുറിഞ്ഞ് കിടക്കല്ലേ, എങ്ങനെ പോരുക അല്ലേ? സഹോദരങ്ങൾ, അങ്ങനെ എത്ര ആളുകളുണ്ട്. ഒരുപാട് നന്മക്ക് അവർക്ക് വരണമെന്നുണ്ട്, പള്ളിയിൽ 5 നേരം വരണമെന്നുണ്ട്, പക്ഷേ ആരോഗ്യമല്ല. കിഡ്നി തകർന്ന് ഡയാലിസിസിന് വിധേയരാകുകയാണ്, ക്യാൻസർ ബാധിച്ച് കൈ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്, ഷുഗർ രോഗിയായിട്ട് ദിവസവും ഗുളിക കഴിച്ച് തളരുകയാണ്. പക്ഷേ അവർക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. റസൂലുള്ള പറയാണ്, അങ്ങനെ രോഗം വന്ന് പ്രയാസപ്പെടുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിച്ചോ. സഹോദരങ്ങൾ, എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഇവിടെ വന്നിരിക്കാനുള്ളൊരു ആരോഗ്യം ഇപ്പം നമുക്കുണ്ടല്ലോ അല്ലേ? അള്ളാഹു നിലനിർത്തട്ടെ. ഈ ആരോഗ്യമുള്ള എത്ര ചെറുപ്പക്കാർ, എത്ര ആളുകൾ, ചെറിയ കുട്ടികളും യുവാക്കളും വൃദ്ധന്മാരുമായിട്ടുള്ള സ്ത്രീകളടക്കമുള്ള എത്ര ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും
അള്ളാഹ് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ ചെയ്ത് ജീവിതം തുലക്കണുണ്ട്. റസൂലുള്ള പറയാണ്, അങ്ങനെ ഉണ്ടാകരുത്. നിനക്ക് രോഗം വന്ന് ഒരു വീടിൻ്റെ ഒരു മൂലയിൽ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ശരീരം കൊണ്ട് സാധിക്കണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നിൻ്റെ ആരോഗ്യം നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള, ഞാൻ അടക്കമുള്ള നമ്മോട് ഓരോരുത്തരോടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, രോഗം വരാൻ അധിക കാലമൊന്നും വേണ്ട. എത്ര ഉദാഹരണങ്ങളാണില്ലേ. ചില ആളുകളുടെ ശരീരപ്രകൃതം കണ്ടിട്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അവർക്ക് ബ്ലോക്ക് വന്നു, അവർക്ക് പ്രയാസമായി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടില്ലേ? മൂപ്പർക്ക് ഹാർട്ട് അറ്റാക്കോ, മൂപ്പർക്ക് ബ്ലോക്കോ എന്ന് നമ്മൾ ചോദിക്കും. കാരണം ശരീരപ്രകൃതം കൊണ്ട് ചിലപ്പോൾ തോന്നൂല. അതൊന്നും വേണ്ട സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ കിടന്നുറങ്ങുമ്പോഴും സദാ മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയം, അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയില്ല. അതൊരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് അതിൻ്റെ ഹൃദയമിടിപ്പ് അവസാനിപ്പിച്ചാൽ ഈ ഇരിക്കണ നമ്മളൊക്കെ തളർന്നു വീഴും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ സദാസമയവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രക്തധമനികളിൽ ഏതെങ്കിലും ഒന്ന് കുറച്ച് ദിവസത്തേക്ക് പണിമുടക്കിയാൽ തീർന്നു നമ്മുടെ കഥ. അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹം കൊണ്ട് ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ മാത്രം രോഗമല്ലല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞു പറയണം. ഇവിടെ കാണിച്ച വീഡിയോയും കൂടി മനസ്സിക്ക് ഇങ്ങനെ കൊണ്ടുവരണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളുടെ മഹത്വം. അവൻ്റെ രക്തക്കൊലുകൾ, അവൻ്റെ മസ്തിഷ്കം, അവൻ്റെ ഹൃദയം, അവൻ്റെ കിഡ്നി, അവൻ്റെ ആമാശയം, അങ്ങനെ തുടങ്ങി അവൻ്റെ ശരീരത്തിലെ ചെറുവിരൽ പോലും അള്ളാഹു സംവിധാനിച്ച സംവിധാനത്തെ ഒരാൾക്കും വെല്ലാൻ കഴിയാത്ത രീതിയിലല്ലേ സംവിധാനിച്ചു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവൻ്റെ വിരൽ തുമ്പുകൾ പോലും ശരിപ്പെടുത്തിയവനല്ലേ ഞാൻ. എന്നിട്ട് ആരോഗ്യം തന്നു, ശരീരത്തിന് സുഖസുന്ദരമായ അവസ്ഥ തന്നിട്ട് അള്ളാഹനെ മറക്കുകയാണോ? തോന്നിയതുപോലെ ജീവിക്കുകയാണോ? ആ ശരീരം നശിപ്പിക്കുന്ന ലഹരി വാങ്ങി ഉപയോഗിക്കുകയാണോ? കള്ള് കുടിച്ച് ലഹരി ഉപയോഗിച്ച് ശരീരത്തെ നശിപ്പിക്കുകയാണോ? അള്ളാഹിൻ്റെ ചോദ്യമാണ്. ഹൽ അൻതും മുൻതഹൂൻ. വിരമിച്ചുകൂടെ മനുഷ്യ? നിന്റെ ശരീരത്തിന് ഭ്രാന്ത് വരുത്തുന്ന, നിന്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന, നിന്റെ ഭാര്യയ്ക്ക് സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെ ചാലു പകരുന്ന, നിന്റെ മക്കൾക്ക് വെറുക്കപ്പെടുന്നൊരു ഉപ്പയായി മാറുന്ന, ഈ സമൂഹത്തിന് തന്നെയും വേണ്ടാതെയായിത്തീരുന്ന ഒരു മദ്യപാനിയാകാൻ നിനക്ക് ലജ്ജയില്ല മനുഷ്യ? അള്ളാഹിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വസിഹതക ഖബ്ല സഖമിക. രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഞാൻ ഒറ്റ ഹദീസ് വിശദീകരിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. മൂന്നാമത്തേത്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഗിനാക ഖബ്ല ഫഖരിക. നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്, ഇല്ലായ്മ വല്ലായ്മ വരുന്നതിന് മുമ്പ്, പട്ടിണി വരുന്നതിന് മുമ്പ് ഉള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോ. ഇപ്പോൾ നമുക്ക് വല്ലാതെ ഉണ്ട് എന്നൊന്നും തോന്നണില്ലെങ്കിലും ഉള്ളത് പടച്ചോൻ്റെ മാർഗത്തിൽ കൊടുത്തില്ലെങ്കിലേ ചിലപ്പോൾ ഇത്രയും ഇല്ലാത്തൊരു കാലമായിരിക്കും നാളെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, എന്തിനധികം വലിയ വലിയ പണക്കാരാണ്, സമ്പന്നന്മാരാണ് എന്നൊക്കെ വിചാരിച്ച് എനിക്കും എൻ്റെ വരും തലമുറക്കും ജീവിക്കാൻ മാത്രം സമ്പത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ, ഒരു വേള അഹങ്കാരത്തോടെ പറയുന്ന പലരും, തൻ്റെ വീട്ടിൽ ഒരു കിഡ്നി രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ തൻ്റെ ഉമ്മാക്കോ തൻ്റെ ഭാര്യക്കോ തൻ്റെ ഭർത്താവിനോ തൻ്റെ ജീവിതത്തിലെ പൊന്നുപോലെ നോക്കുന്ന മക്കളിൽ ഒരാൾക്കോ ഒരു കിഡ്നി ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ അവൻ്റെ ആ പൈസയൊക്കെ ഇങ്ങനെ കുറയും. വർഷങ്ങൾക്കുള്ളിൽ അവൻ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി കൈനീട്ടേണ്ട അവസ്ഥ വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ള പറയാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നതിന് മുമ്പേ ഉണ്ടാകുമ്പോൾ ചെലവഴിച്ചോ പടച്ചോൻ്റെ മാർഗത്തിൽ. ഉള്ളതിൽ നിന്ന് കഴിയുന്നത്ര കൊടുക്കാൻ നീ തയ്യാറായിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാലാമതായി പ്രവാചകൻ പറയുകയാണ്, വഫറാഗക ഖബ്ല ശുഗ്ലിക. നിനക്ക് ഇതിലേറെ തിരക്കുകൾ വരുന്നതിന് മുമ്പ് ഇപ്പോൾ കിട്ടുന്ന സമയത്തെ നീ വിനിയോഗിച്ചോ. എനിക്കും നിങ്ങൾക്കൊക്കെ പറയാനുള്ളൊരു പരാതിയാണ്, സമയമല്ല. സഹോദരങ്ങളെ, ലോകത്ത് എന്തൊക്കെ ചെയ്ത മനുഷ്യന്മാരുണ്ടോ അവർക്കൊക്കെ നമുക്ക് കിട്ടിയ 24 മണിക്കൂർ തന്നെ കിട്ടിയിട്ടുള്ളൂ. തൻ്റെ
ഗ്രന്ഥങ്ങളിൽ ഉള്ള പേജുകളുടെ എണ്ണവും തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആയുസ്സിൽ കിട്ടിയ ദിവസങ്ങളുടെ എണ്ണവും കൂട്ടി നോക്കുമ്പോൾ ഒരു ദിവസം 50-ലധികം പേജുകൾ എഴുതിയാലേ ആ പുസ്തകങ്ങൾ മുഴുവൻ ആയുസ്സിൽ എഴുതി തീർക്കാൻ കഴിയുള്ളൂ എന്ന അത്ര വലുപ്പമുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാരുണ്ട്. അവർക്കും കിട്ടിയത് 24 മണിക്കൂർ മാത്രമാണ്. ഇനി മാത്രമല്ല, നമുക്ക് ഇന്ന് സമയം ലാഭിക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ടോ അതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ ഉപ്പാക്കും നമ്മുടെ വല്യപ്പാക്കും കിട്ടിയതും 24 മണിക്കൂർ തന്നെയാണ്. അവർ നടന്നു പോകണമായിരുന്നു. അവർ വീട്ടിൽ തേങ്ങ അമ്മി കൊണ്ട് അരക്കണമായിരുന്നു. അവർ വീട്ടിലെ വസ്ത്രങ്ങൾ മുഴുവൻ വെള്ളം പൈപ്പിൽ തുറന്ന് അല്ലെങ്കിൽ കോരിയെടുത്ത് ബക്കറ്റിലാക്കി കല്ലിൽ അടിച്ച് തിരുമ്പണമായിരുന്നു, അലക്കണമായിരുന്നു. അവർക്കും കിട്ടിയത് 24 മണിക്കൂറാണ്. അപ്പോൾ മണിക്കൂറിൻ്റെ പ്രശ്നമൊന്നുമല്ല, ഉപയോഗപ്പെടുത്തുന്നിടത്താണ് കാര്യം. ആ സമയത്തിൽ ബറക്കത്ത് നൽകപ്പെട്ടിട്ട് ഉള്ള സമയം പിശുക്കി പടച്ചോൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഒരാഴ്ചയിലെ 7 ദിവസത്തിലെ 7x24 മണിക്കൂറിലെ 1 മണിക്കൂർ സമയം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ആരോടാ സഹോദരങ്ങളെ നമ്മൾ പറയാം? പടച്ചോൻ്റെ മുന്നിൽ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? നിനക്ക് നിൻ്റെ കുടുംബത്തിലെ ഒരു കല്യാണം വന്നപ്പോൾ കല്യാണത്തിന് പോകാൻ സമയമുണ്ടായിരുന്നില്ലേ? നിൻ്റെ കുട്ടി ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോൾ നീ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്തു വന്നില്ലേ? നിൻ്റെ ഭാര്യയെ പലയിടത്തും കൊണ്ടുപോകാൻ നീ സമയമുണ്ടാക്കിപ്പോയില്ലേ? എന്നിട്ട് ഖുർആൻ പഠിക്കാൻ നിനക്ക് സമയമില്ലെന്നോ? അള്ളാഹു പറയാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ, ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ. ചില ആളുകൾ ഈ ഖുർആനിനെ തൊട്ട് ഖുർആൻ പഠനത്തെ തൊട്ട് അശ്രദ്ധയിലാണ്. ലഹും അഅമാലും മിൻ ദൂനി ദാലിക്. അവർക്ക് വേറെ കുറേ പണികളുണ്ട്. ഹും ലഹാ ആമിലൂൻ. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അള്ളാഹിൻ്റെ വർത്തമാനമാണ്. പല പണികളും അവർക്കുണ്ട്. കല്യാണ വീട്ടിൽ പോകുന്നുണ്ട്, സൽക്കാര വീട്ടിലെത്തുന്നുണ്ട്, മരിച്ച വീട്ടിൽ വരുന്നുണ്ട്, ജോലി സ്ഥലത്ത് പോകുന്നുണ്ട്, ചില ദിവസങ്ങളിൽ ഓവർ ടൈം സമയമെടുത്ത് അവൻ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഖുർആൻ പഠിക്കാൻ അവന് സമയമില്ല എന്ന് പടച്ചോൻ്റെ മുന്നിൽ പറയുന്ന അവസ്ഥ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് നമുക്ക് സൂട്ടായ ഒരു ദിവസം നോക്കുക. എല്ലാവർക്കും എല്ലാ ദിവസമൊന്നും ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ആഴ്ചയിലെ 7 ദിവസത്തിൽ നമുക്ക് പറ്റിയ ദിവസം മഗ്രിബ് മുതൽ ഇശാവ് വരെ ഒഴിവുള്ള ഒരു ദിവസം കണ്ടെത്തുക. ആ ഒരു ദിവസം നമ്മുടെ ചുറ്റുവട്ടത്തിൽ എവിടെയാണോ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ് ഉള്ളത് അവിടെ നമ്മൾ എത്തുക. വെള്ളിയാഴ്ചയാണോ ഒഴിവ്, വെള്ളിയാഴ്ച ഖുർആൻ ക്ലാസ് നടക്കണ ഒരു ശാഖ ഏതാന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ പോകുക. ശനിയാണോ ഒഴിവ്, ഞായറാണോ, തിങ്കളാണോ, ചൊവ്വയാണോ, ബുധനാണോ, വ്യാഴാണോ, ഏത് ദിവസം നമുക്ക് പറ്റിയ ആ ദിവസം എവിടെയാണോ നമ്മുടെ പരിസരത്ത് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളും അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സായ മൻഹജു സലഫ് അംഗീകരിച്ചുകൊണ്ട് സച്ചരിതരായ സ്വഹാബികളുടെ പൂർവ്വസൂരികളുടെ മാർഗം അവലംബിച്ചുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന സ്ഥലം അവിടെ നമ്മൾ എത്തുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അത് കുടുംബസമേതം കൂടിയാണെങ്കിലുണ്ടല്ലോ ജീവിതത്തിൽ പടിപടിയായി വളർച്ച അനുഭവിച്ചറിയാൻ പറ്റും. ഞാൻ ഉറപ്പ് തരാം. അത് ഖുർആൻ്റെ മഹത്വമാണ്, ഖുർആൻ ക്ലാസിൻ്റെ മഹത്വമല്ല. ഖുർആനിൻ്റെ മഹത്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ ക്ലാസ്സിൻ്റെ, ഏതെങ്കിലും പ്രത്യേകം ക്ലാസ് എടുക്കുന്ന ഖുർആൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിയുടെ മഹത്വമല്ല. അള്ളാഹിൻ്റെ ഖുർആൻ്റെ പ്രത്യേകതയാണ്. അത് പഠിക്കാൻ ഭാര്യനെയും മക്കളെയും കൂട്ടിയിട്ട് എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ പോയിരുന്ന് പോന്നാലേ ഈമാൻ കൂടും. ജീവിതത്തിൽ വല്ലാത്തൊരു തെർബിയത്ത് വളർന്നിങ്ങനെ വരുന്നത് അനുഭവിച്ച് നമ്മളിങ്ങനെ അറിയും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഒഴിവില്ല എന്നൊന്നും പറയണ്ട. കിട്ടണ ഒഴിവ് സമയം ഇതിലേറെ തിരക്ക് വരുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണം. അവസാനമായി റസൂലുള്ള പറഞ്ഞു, വഹയാതക ഖബ്ല മൗതിക. മരണം വരുന്നതിന് മുമ്പേ ജീവിതം പടച്ചോൻ്റെ മാർഗത്തിൽ ഉപയോഗിച്ചോ. മരണം വരിക എന്നൊക്കെ പറഞ്ഞാലേ അതിനൊന്നും ഒരു കയ്യും കണക്കൊന്നുമില്ല. ഉണ്ടോ? കണക്കുണ്ട്, പക്ഷെ നമുക്കറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. കറക്റ്റാണ്. ഏത് വർഷത്തിൽ, ഏത് മാസത്തിൽ, ഏത് ദിവസത്തിൽ, ഏത് മണിക്കൂറിൽ, ഏത് മിനിറ്റിൽ, ഏത് സെക്കൻഡിൽ തൊലഹ മരിക്കണം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഖുർആനിൻ്റെ വാചകമാണ്, അള്ളാഹിൻ്റെ പ്രഖ്യാപനമാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ വാചകമാണ്, 34-ാമത്തെ വചനമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ ഏത് ഭൂമിയിൽ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല.
എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങൾ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യുക എന്നതേ നമുക്ക് നിർവാഹമുള്ളൂ. കാരണം മരണത്തിന് മുന്നിൽ ആണ് പെണ്ണ്, പ്രായമായിട്ടില്ല, നല്ലോം പ്രായമുണ്ട് എന്നൊന്നൊരു വേർതിരിവുമില്ല. വിവാഹം കഴിഞ്ഞ് 9 വർഷക്കാലം ആത്മാർത്ഥമായി നിരന്തരമായി പ്രാർത്ഥിച്ച് വ്യത്യസ്ത ചികിത്സകൾക്ക് വിധേയരായി ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ വല്ലാതെ സന്തോഷിച്ച് 9 കൊല്ലം കാത്തു നിന്നുണ്ടായ കുട്ടിയാണ് എന്ന് എല്ലാവരോടും പറഞ്ഞ് ഒരു 9 മാസം ഭാര്യ ഗർഭം ചുമന്ന് ഒരു ആൺകുഞ്ഞിന്, സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടിയെ വല്ലാതെ കണ്ട് സന്തോഷിച്ച് അവിടെ കാണാൻ വരുന്ന ആളുകൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാൻ, സന്തോഷം പങ്കിടാൻ വേണ്ടി അപ്പുറത്ത് പോയി മിഠായി വാങ്ങി വന്ന് കയറുമ്പോൾ അറിയുന്നത് പെട്ടെന്ന് കുട്ടിക്കൊരു ശ്വാസതടസ്സം വന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, നിമിഷങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ്. 9 കൊല്ലം കാത്തു നിന്നിട്ട് കുട്ടി 9 മണിക്കൂർ തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഉണ്ടായില്ല. മരണത്തിന് അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണേ. എപ്പോഴും പിടികൂടാൻ സാധ്യതയുണ്ടെന്ന മരണം ഓർമ്മയിലുണ്ടാകണേ. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുമേ, മരണം നിങ്ങളെ കണ്ടുമുട്ടുമേ. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടിപ്പടുത്ത ബലിഷ്ഠമായ കോട്ടക്കുള്ളിലാണെങ്കിലും കൊട്ടാരത്തിനുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് എന്തറിയോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാളുടെയും അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നീട്ടിത്തരികയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ്, ഒരു വിഭാഗത്തിൻ്റെ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്പം പോലും മുന്തിക്കുകയില്ല, പിന്തിക്കുകയുമില്ല. സമയത്ത് അടങ്ങി ഒതുങ്ങി നീണ്ടു നിവർന്ന് കിടന്നു കൊടുക്കേണ്ടി വരും. മലക്കുൽ മൗത്ത് സമയത്തെ തന്നെ ആത്മാവിനെ പിടിച്ചെടുക്കും. അപ്പം എന്താ അറിയോ? ഈമാനോടാണ് മരിക്കാൻ പറ്റണം. അതിനെന്താ വേണ്ടത്? ഹയാത്തക്ക ഖബ്ല മൗത്തിക്ക. മരിക്കണിന് മുമ്പേ ജീവിതത്തെ നന്നായി ഉപയോഗിച്ചോ. അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ എന്ന് ഉറപ്പിച്ചോ. അവിഹിത ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തില്ലെന്ന്, കടബാധ്യതകൾ എനിക്കില്ലെന്ന്, ഹറാമായ ഞാൻ തിന്നില്ലെന്ന്, ഹറാമായത് ഞാൻ കാണില്ലെന്ന് ജീവിതത്തിൽ ഉറപ്പിക്കാൻ ഈമാനുള്ളവരെ നമുക്ക് സാധിക്കണം. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേ ഇന്ന് ചെയ്ത കർമ്മങ്ങളൊക്കെ ഒന്ന് മുന്നിൽ വെക്കണം. എന്നിട്ട് ഇത് റബ്ബ് നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തുന്നവയാണോ തിന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തുന്നവയാണോ എന്ന് സ്വയം ഒന്ന് വിചാരണക്ക് തയ്യാറാകണം. ഒരു ആത്മവിചാരണക്ക്, മുഹാസബത്തു നഫ്സ്, ആത്മവിചാരണക്ക് ജീവിതത്തെ വിനിയോഗിക്കണം. എന്നിട്ട് നന്മയുടെ ഭാഗം കുറഞ്ഞു പോയി എന്ന് തോന്നിയാലേ നാളെ അങ്ങനെ ആകൂല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടേ നന്നാകണം. തിന്മയുടെ ഭാഗം വല്ലാതുണ്ട് എന്ന് തോന്നിപ്പോയാലേ അസ്തഗ്ഫിറുല്ലാ അതൂബു ഇലല്ലാ എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് ആ തിന്മകളെ തുടച്ചു നീക്കാവുന്ന, മായ്ച്ചു കളയാവുന്ന നന്മകൾ അധികരിപ്പിക്കണം. സുഹൃത്തുക്കളെ, ഇതൊക്കെ ചെയ്യാൻ എളുപ്പം തന്നെയാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. നല്ല ആളുകളോടൊപ്പം കൂടി നല്ലൊരു കൂട്ടായ്മയിൽ അംഗമായി നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അള്ളാഹു നമുക്കതിന് കൂടുതൽ സൗകര്യവും തൗഫീഖും ഇങ്ങനെ ചെയ്തു തരും. ഇതൊന്നും വെറുതെ പറയല്ല സുഹൃത്തുക്കളെ. ഒരു നന്മയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്ക്. ഇനി നമ്മുടെ മുന്നിൽ വെറും 10-15 ദിവസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രോഗ്രാമിന് മുമ്പുള്ളത്. ഈ 15 ദിവസം ഒരു 15 ആളെയെങ്കിലും ഞാൻ ഈ എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള, എൻ്റെ കുടുംബത്തിലുള്ള, എൻ്റെ ജോലി സ്ഥലത്തുള്ള ഒരു 15 ആളെയെങ്കിലും ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കൊന്ന് പ്രതിജ്ഞ എടുത്തൂടെ സഹോദരങ്ങളെ? എന്നിട്ട് ആ പ്രതിജ്ഞ നമുക്കൊന്ന് നടപ്പിലാക്കി നോക്കിക്കൂടെ? അതിനൊന്നും വലിയ പണിയില്ലല്ലോ അല്ലേ? നമ്മൾ വ്യത്യസ്ത ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മൾ ബസ്സിൽ കയറുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും, പിന്നെ ഞങ്ങൾ മലപ്പുറത്ത് ഇങ്ങനെ സംഗമിക്കുന്നുണ്ട്. യുവത്വം നിർവചിക്കപ്പെടുന്നു എന്നാണ് ഞങ്ങൾ അതിന് ഹെഡ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ യുവത്വം പല നിലക്ക് വഴിതെറ്റി പോകുമ്പോൾ എങ്ങനെ ആ ചെറുപ്പകാലത്തെ ആ ഒരു ചുറുചുറുക്കിനെ
ക്രിയാത്മകമായി പോസിറ്റീവായി സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി, രാജ്യത്തിൻ്റെ ഗുണത്തിനു വേണ്ടി, സ്വയം ഗുണത്തിനു വേണ്ടി, മാതാപിതാക്കളുടെ ഗുണത്തിനു വേണ്ടി, മക്കളുടെ ഗുണത്തിനു വേണ്ടി, ഈ നാടിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഉപയോഗിക്കാമെന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ വരണം, നമ്പർ വാങ്ങുക, സേവ് ചെയ്യുക, വിളിക്കുക, മെസ്സേജ് അയക്കുക, ഓർമ്മപ്പെടുത്തുക. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യൂലേ? ഞാൻ ചെയ്യും അല്ലേ? എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു വിഷയമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നമ്പർ വാങ്ങും, സേവ് ചെയ്യും, വിളിക്കും. പിന്നെ നമ്മൾ ബസ്സിൽ നിന്ന് പരിചയപ്പെട്ടില്ലേ, ആ ആളാണെന്ന് പറയും, നിങ്ങൾ എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്യണം കേട്ടോ എന്ന് പറയും. ഞാൻ കുറച്ച് മെസ്സേജ് അയക്കൊന്ന് റിപ്ലൈ തരണം കേട്ടോ എന്ന് പറയും. റിപ്ലൈ തന്നില്ലെങ്കിൽ വീണ്ടും ചോദിക്കും. എൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ ഞാനത് ചെയ്യൂലേ? വേണ്ട, നിങ്ങളുടെ മകൾക്ക് വിവാഹം അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ നമുക്ക് തോന്നി നല്ലൊരു മനുഷ്യനാണ്, എൻ്റെ മോളെ കാര്യം ഇയാളോട് പറഞ്ഞാൽ ചിലപ്പോൾ ഹൈറുണ്ടാകുമെന്ന് തോന്നി. ആളോട് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അത് വെറുതെ ബസ്സിൽ നിന്ന് കണ്ടപ്പോൾ പറഞ്ഞതല്ലേന്ന് വിടുവോ? ഇല്ല, നമ്മൾ വീണ്ടും ബന്ധപ്പെടും, പരിചയപ്പെടും, ഓർമ്മപ്പെടുത്തും. എൻ്റെ മോളെ കാര്യം പറഞ്ഞതിൽ നിങ്ങളുടെ മനസ്സിലില്ലേന്ന് ചോദിക്കും. പ്രായം നിങ്ങൾക്ക് ഓർമ്മയല്ലേ? ഹൈറ്റ് ഇത്ര കേട്ടോ, വെയിറ്റ് ഇങ്ങനെയൊക്കെയാണ്, ഇന്ന കോഴ്സാണ് പഠിക്കണത് നമ്മൾ പറയില്ലേ? സുഹൃത്തുക്കളെ, വ്യക്തിപരമായ കുടുംബപരമായ ഒരു കാര്യത്തിനു വേണ്ടി നമ്മളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്താ പടച്ചോൻ്റെ ദീനിൻ്റെ ദഅവത്തിനു വേണ്ടി നമുക്കങ്ങനെ ഒന്ന് ഇടപെട്ട് നോക്കിയാൽ? അപ്പോൾ ദഅവത്ത് എന്ന് പറഞ്ഞാലേ ഈ മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് പ്രസംഗിക്കലല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മതി. അത് ദഅവത്തിൻ്റെ പല കാര്യങ്ങളിൽ ഒരു ചെറിയ കാര്യം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ നാം ഉൾക്കൊണ്ട, നാം പഠിച്ച, നാം മനസ്സിലാക്കിയ, ബസീറത്തുള്ള, ഇൽമുള്ള, നമുക്ക് ബോധ്യപ്പെട്ട നന്മകൾ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. ഇസ്ലാം അനുവദിച്ച ഏത് മാർഗവും നമുക്കതിന് സ്വീകരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ വ്യക്തിപരമായി കാണുമ്പോൾ പറയലാകും. ചിലപ്പോൾ ഒന്നും വേണ്ട, ഒരു ഓട്ടോ ഡ്രൈവർ എന്താ ചെയ്തതെന്ന് അറിയോ? അയാൾ ഓട്ടോയിൽ കയറുന്ന ആളുകൾക്ക് ആർക്കും എടുക്കാം എന്നൊരു ഹെഡ് കൊടുത്തിട്ട് ഒരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ലഘുലേഖങ്ങൾ വെച്ചു. അയാൾ ഓട്ടോറിക്ഷ കയറുന്ന ആർക്കും അത് എടുക്കുക. വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് നീ പരിപാടിക്കൊന്ന് പോകണമല്ലോ എന്ന് തോന്നിയിട്ട് വരട്ടെ. ഒരാൾ അങ്ങനെയാണ് ചെയ്തത്. സുഹൃത്തുക്കളെ, അപ്പോൾ എങ്ങനെയാണോ നമുക്ക് ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക, അത് നമ്മളൊന്ന് ഏറ്റെടുക്കണം. ഹയാത്തക്ക കബല മൗത്തിക്ക, മരിക്കണിന് മുമ്പ് ജീവിതം പടച്ചോൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കണം. ഈ 5 കാര്യങ്ങൾ ഞാൻ വളരെ ദീർഘമായി സംസാരിക്കല്ല, അതിനു പറ്റിയ സമയവും സന്ദർഭവും അല്ല എന്നറിയാം. നമ്മൾ ഇശാ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ പ്രദർശനവും കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇനിയും ദീർഘിച്ചു പോകുന്നതിൽ കാര്യമില്ല എന്നും അറിയാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിൽ ജീവിതം വിനിയോഗിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.